ചന്ദ്രേട്ടനാ. ചന്ദ്ര, നീയാണെന്ന് അറിഞ്ഞില്ലേട്ടാ. നിനക്ക് വേണമെങ്കിൽ ഇതാ കൊണ്ടുപോയി. ഞാൻ സന്തോഷായിട്ട്. എന്ത് പൂച്ച പുതിയതാ? പൂച്ചയും കിളി നാണമുണ്ടോ നിങ്ങക്ക്? നിങ്ങളുടെ ഒരു പഴയ ദോസ്തുണ്ടല്ലോ, അവനവിടെ ഉണ്ട്. ഏത് ദോസ്ത്? ഗിരി. ഗിരിയോ? എനിക്കറിയില്ല. പക്ഷെ എനിക്കതറിഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല ചന്ദ്ര. ഞാൻ അവനെ കണ്ടിട്ട് ഏതാണ്ട് 1-2 കൊല്ലായി. തോമസ് ഏട്ടാ, ചന്ദ്രനോട് വേണ്ട കളി. എടാ മോനെ, ഞാൻ സത്യം പറയണേ, എനിക്കറിയില്ല. എന്റെ മക്കളാണ് സത്യം. പണ്ടും വല്ലപ്പോഴും കാണുമ്പോ ചിലപ്പോ ഒന്ന് കൂടുന്നല്ലാതെ എനിക്ക് അവനായിട്ട് ഒരു ബന്ധവുമില്ല. അടുത്ത കാലത്തൊന്നും അവനെ നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല. അവനെ പറ്റി ആരും പറഞ്ഞും കേട്ടിട്ടില്ല? ഇല്ല മോനെ. ഉണ്ടെങ്കിൽ എനിക്ക് പറയണോണ്ടെന്താ? ശരി. എന്തെങ്കിലും അവനെ കണ്ടാ പറഞ്ഞേക്ക്, ചന്ദ്രൻ ചത്തത്തില്ല. ചാവാതിരിക്കുന്ന അവന് വേണ്ടിയാണെന്ന്. ഇന്ന് ഞാൻ ഈ ചക്രം പിടിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, അവനെ കാണാൻ. ഓരോ നാടും ഓരോ യാത്രയും അവനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന്. ഏത് നരകത്തിൽ പ്രയോഗിച്ചാലും ഞാൻ പിടിക്കും, പിടിച്ചിരിക്കും. என்னடா முடிச்சு பாக்குற? கோலம் போடுறது இதுவரை பார்க்கவே இல்லையா? അല്ല മാമി, അത് நம்ம ചെമ്പകത്തിന്റെ പാവാട சாணகத்துல இருந்தாச்சு. ஏன்டி இழுக்கிற? மனோகர் என்ன தமிழ் பேசுறது கேட்டா சிரிப்பு வருதுமா. கவனிச்சுக்கோ, இவன் மலையாளி தான். മലയാളി ആനാലും ഞാൻ ശുദ്ധ പാവം മാമി. நீயும் பாவம், உன்னோட மாமாவும் பாவம். இதுபோல் பாவமாத்தா உன் மாமாவும் பொள்ளாச்சிக்கு வந்தது. இனிமே ஒரு கல்யாணமே வேணாம்னு முடிவு பண்ணிட்டு இருந்தேன். ஆனா என்னைய வீட வச்சாரு. வீழ்த்திட்டனே இவன் வழியில. முருகா முருகா, அரஹரோ அரஹர. வடிவேலா வேலாயுதா, என் பொண்டாட்டிக்கு நல்ல புத்தி கொடுங்கோ. முருகா ஆண்டவனே, நீதான் காப்பாத்தணும். മാമാ, എലി പോലിരിക്കണ മാമൻ മല പോലിരിക്കണ മാമി ഏത് വല വെച്ചാ വീഴ്ത്തേ? വാ എന്റെ പൊന്നാര അനന്തരവൻ, വാ പറഞ്ഞുതരാം. തെണ്ടി തിരിഞ്ഞ് കേറി വന്ന് കിടക്കാനൊരു ഇടം തന്നപ്പോ നിനക്ക് എലിയാവണം, വല വെക്കണം. ഇല്ലടാ കള്ളക്കഴുതരുടെ മോനെ, എന്റെ മോൾക്കെങ്ങാനും വല വെച്ചാ പാഷാണം തന്ന് കൊന്നുകളയും ഞാൻ. എൻ മകളെ നീ താൻ കാപ്പാത്തണം. எப்ப வந்த? நேத்திக்கு நைட்டு. வேணுமா? ஏண்டி முட்டை கெட்டு போச்சுமா? கெட்டு போச்சுன்னு தூக்கி போடு. வணக்கங்க. ஏண்டா? முட்டை ஒண்ணு இருக்கு, ஒரு ஆம்லெட் அடிச்சு கொடுத்தீங்கன்னா. இது என் வீடு. இங்க வந்து ஆம்லெட் அடிக்க பார்த்தேனா உன்னை அப்படி அடிச்சு ஆம்லெட் ஆக்கிடுவேன். ஜாக்கிரதை. பொண்ணு வயசுக்கு வந்துச்சுன்னா பிளாப்படத்துல ஈ வர மாதிரி வரும். போர்க்கி நான் இங்க. இன்னும் வேணுமா? ഒരു 50 രൂപ കൂടി വേണം. என்கிட்ட இல்லையே. പരവായില്ല, നാണിയുടെ മേശര വലിപ്പിൽ ഇഷ്ടം പോലെ കാശിരിക്കല്ലേ. അങ്ങ് വന്നാ പോതും, ബാക്കി ഞാൻ பார்த்துக்கிறேன். என் கண்ணல்லே, என் கருளல்லே, என் உயிரின் செண்பக மலரல்லே. என்னடா? എനിക്കൊരു പാട്ട് പാടാൻ പാടില്ലേ? നില അധ്വാനത് മേലെ പാടുന്നത് എടുത്തു വന്ന് ഹൊയ്യ ഹൊയ് ഹൊയ്. നല്ല സ്ട്രോങ് ആയിട്ട് ചായ, ചക്കര ജാസ്തി, പാലും ജാസ്തി. എന്താ നോക്കി പഠിപ്പിക്കണേ? നിനക്ക് തടിയും ജാസ്തി, ഉരല്ലും ജാസ്തി. ചെമ്പകത്തിനടുത്ത് ഷൈനിങ് റൊമ്പ ജാസ്തി. ചായ ഉണ്ടാക്കാൻ പറഞ്ഞ ചെന്ന് ചായ ഉണ്ടാക്കടാ, അല്ലെങ്കിൽ ചെമ്പകത്തിന്റെ കൈ കൊണ്ട് ഞാനിപ്പോ ഒരു ചായ ഉണ്ടാക്കി കുടിക്കും. കാണാ മനോഹര, ചായ വേണ്ട. ഇവൻ കയ്യാലെ കച്ചവടം ആരംഭിച്ചാച്ചാ ഇന്നത്തെ ദിവസം പോക്ക. നല്ല ഐശ്വര്യമുള്ള കൈ വരട്ടും. ഈ കൈക്ക് എന്താ കുഴപ്പം? അസിംഗം, നീ വന്നതുക്ക് അപ്പുറം നമ്മ ചന്ദ്രൻ എന്നാച്ചി ഉലി പോലെ വാഴ്ന്നവൻ എലി പോലെ ആയില്ലേ? ഇല്ലയാ? അതിന്റെ കുഴപ്പ പിന്നല്ലാതെ. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ആ കള്ളം നായന്റെ ആള് ശരിയല്ല, അവനെ നമ്പാതെന്ന്. അപ്പൊ എന്നെ തമാശയാക്കി. എന്നിട്ടോ കിട്ടിയില്ല ശരിക്ക്. ഇങ്ങനെ ഒരു കൊലച്ചത് ചെയ്യുന്നറിയില്ലല്ലോ. പറ്റിയത് പറ്റി. എന്നാലും 4 കാശുണ്ടാക്കി ജീവിക്കണമെന്നില്ലല്ലോ. ഏത് കമ്പനി ചെന്നാലും സ്ഥിരം പണി കിട്ടും. പക്ഷെ എന്റെ മച്ചാനും വേണ്ട. ഓരോ യാത്രയും അന്വേഷണല്ലേ.
അന്വേഷണം എടാ ആ കള്ള നായിന്റെ മോനെ കണ്ടുപിടിക്കാമേ ചുമ്മാ വിടണമെന്നാണ് നീ ചൊല്ലണത്. എവിടെ ചെന്ന് പിടിക്കുന്ന മണിയണം പറയണേ. പഴയ സുകുമാരക്കുറുപ്പ് മുങ്ങിയിട്ട് കൊല്ലത്രയായി. കേരള പോലീസ് അരിച്ച് പിറകിട്ട് പൊട്ടി ഇട്ടിട്ടില്ല. പിന്നെ ഡേയ് മുകളിൽ കടവുളി ഇருக்கு. എന്നെങ്കിലും ഒരു നാൾ അവനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരും. നീ നോക്കിക്കോ. ഉവ്വ് ഉവ്വ്. சொன்ன மாதிரி வந்தாச்சு. ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 50 രൂപയ്ക്ക് ചേഞ്ച് വേണല്ലോ. ചെമ്പകം നോക്കണേ, വല്ല കള്ളനോട്ടോ എടുക്കാത്തനോട്ടോ ഒന്ന് പറ്റിക്കും. അങ്ങനെ കള്ളനും കുള്ളനൊന്നും പ്രേമന്റെ ഇല്ല. ഇത് ഒറിജിനലാ. കറക്റ്റല്ലേ? என்னது லாட்டரி டிக்கெட்? ഓക്കേ, താങ്ക് യു. അധികം നോക്കണ്ട, എടുത്തു വെച്ചോ. പഴയ ഓണം ബമ്പറ. ടാറ്റ മൈ ഡിയർ. പോ. கண்ணை உடைச்சிடுது. நீ உன் கைய பாடுறா, என் கையை நான் பாக்குறேன். அனாவசியம் சொல்லக்கூடாது. பிரேம்குமார் களியில போய் கிடையாது, சதி கிடையாது. ஏன் இந்த மாதிரி അതിൽ 3 സീറ്റ് ഇருக்கு. അയ്യേ, ഇതെന്ത് இந்த மாதிரி சீட்டு ശരിയല്ല. ദാഗണ് എനിക്കറിയാ മതി. யோ, இது பல தடவையாச்சு. இனிமேல் இந்த மாதிரி திருட்டுத்தனம் பண்ண நடக்குறதே வேற. ஏய், என்னடா? விரட்டாத. என்னடா? இந்த பிரேம்குமார் யாருன்னு தெரியுமாடா? கலையிலும் காரியாலும் சூക്ഷിച്ച് പഠിപ്പിക്കണേ. പോട്ടെ അണ്ണേ. പോട്ടെ. പോട്ടാச்சு. ദേ കളി ഞാൻ ജയിച്ചേ. டேய், காசை தொடாத. போடா. டேய், காசை தொடாதன்னு കളി சொல்லல. ഞാനേ ജയിച്ചേ. டேய், திருட்டுத்தனம் பண்ணி பெரிய ஆளாக வேணாம். யாரா திருத்தണം நீ பண்ண? தான்டா திருட்டுத்தனம் பண்ண. പന്നി. நில்லுடா. டேய்! ஓடாத. டேய், அங்க நில்லுடா. ஏய், ஓடாத. டேய், படுத்து குடுடா. ஐயோ! கெட்ட பையல. நீ போடா. டைம் என்ன தம்பி? டைம் ரொம்ப மோசம். உன்னை கொலை பண்ணாம நான் விட மாட்டேன்டா. டேய்! ஐயோ, என்ன கொல்ல போறே. ஐயோ. ஓடா. டேய், அங்க நில்லுடா. ஐயோ, என்ன பண்ணா? வழி மாறிக்கோ. வழி. ஐயோ. എന്താടാ കൊട്ട? ഏയ്, ഭയങ്കര വെയില്. നീ എന്താ ഓടിയത്? അത് വ്യായാമം. നല്ല ബോഡി ഷേപ്പ്. എവിടെയാടാ നിറങ്ങാൻ പോയത്? டேய் பொறுக்கி நாயே, உன்னோட எலும்பு உடைக்காம நான் இங்க இருந்து போக மாட்டேன்டா. மரியாதை வெளியே வாடா. ஒரு அப்பனுக்கு பிறந்தவனா இருந்தா வெளியே வாடா. இல்லன்னா நான் கதக உடைச்சா உள்ள வந்துடுவேன். டேய், கதக தூங்க. அண்ணே. மரியாதை ஏய் துறங்க. அண்ணே, என்ன அண்ணே இது? ഇതൊരു ചിന്ന വീട് താനേ. இந்த மாதிரி உதச்சா இந்த வீடே இடிஞ்சிடும் இல்லையா? அப்படின்னா அவனை வெளியே விடு. இல்லனா நான் கதக உடைச்சிடுவேன். ஆஹா, அண்ணா அவ்வளோ கிளாடியா? என்னடா? ஹே, தொடாத, மேல தொடாத. தொட்டா நீ என்ன பண்ணுவ? சொல்லுடா, என்ன பண்ணுவ? என்னடா பாக்குற? അടിച്ചവന്റെ പരിപ്പളക്കം വെച്ചാ. எழுந்துரு. மன்னிச்சிடு அண்ணா, மன்னிச்சிடு. மேல தொட்டு விளையாடாதேன்னு சொன்ன இல்லையா? அவன் என்ன தப்பு பண்ண சொல்லு, நானே கேட்டுக்கிறேன். வேணாம், அந்த அந்த பொறுக்கி நாயை வெளியே இறக்கி விட்டா போதும். அந்த பொறுக்கி நாய் நான் வளர்க்கிற நாய். எனக்கு உயிர் இருக்க வரைக்கும் அவனை யாரும் ஒண்ணும் பண்ண முடியாது அண்ணே. വർത്താനം പറഞ്ഞു കഥ കാച്ചു പൊരിക്കും മച്ചാ. டேய், டேய், வீட்டுக்குள்ள இருந்து பேசாம ஏய், தைரியத்தை வெளியே விடண்ணே, விடு. அவன் என்ன தப்பு பண்ண சொல்லு, ഞാൻ സമയം ഉണ്ടാക്കാം. வா. இது பாருங்க, அந்த பையில உதைச்சதுதான். எதுக்கு? வீட்டை ஆடிட்டு இருந்தா அவன் திருட்டுத்தனமா ஆடிட்டே இருந்த. ஆனா அதுக்கு ஒண்ணு நாங்க ஒண்ணுமே சொல்லல. கடைசியில காசு அள்ளி ஓடிட்டு இருந்த பொறுக்கி ராஸ்கல். அப்படியே ആരാ? വാതിൽ ഉറക്കടാ. അവൻ പോയോ മച്ചാ? ഒരു വീട്ടുക്ക് വാസപ്പടി വേണു. ചന്ദ്രേട്ടാ. അരക്ക് താഴോട്ട് കാച്ചിക്കും. ചതിയാണിത്, കൊല ചതി. டேய், காசு அள்ளி ஓட பாக்குறீங்களா? അയ്യോ, ദേ വലിക്കുറാ. അയ്യോ, അമ്മേ. ஒன்ன விட மாட்டேன்டா. ചന്ദ്രേട്ടാ, പ്രേമല്ലേ കരുണത്? അതെ, നല്ല അടപ്പടുപ്പിക്കുക. വേലു ഭയങ്കരമായിട്ട് കരുണുണ്ടല്ലോ. അത് സാരല്ല, കുറെ കള്ളക്കരച്ചില്ല.
കുഴപ്പമൊന്നുമില്ലല്ലോ. இல்லன்னு பாத்துதான் அடிச்ச உடம்புக்கு ஒண்ணும் ஆகல ஒரு துண்டு ரத்தம் கூட வெளியே வரல കിട്ടിയോ? கிடைச்சாச்சுண்ணே എന്നാ സ്റ്റാൻഡ് കിട്ടോ. പറ്റുമാ ചിന്ന രാജാ പൊന്നു എന്താ ദാസപ്പ? നാഗ്പൂർക്ക് ട്രിപ്പ് ഉണ്ട്. എന്താ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പണ്ട് കുറെ വിളഞ്ഞ സ്ഥല. എപ്പോഴാ പോണ്ടേ? ഉച്ചയ്ക്ക് പോകണം. നീ എന്താടാ കണ്ണാടി നോക്കിക്കറിയാ? ഇതിനും ഭേദം അങ്ങോട്ട് കൊന്നുകളയാൻ പറയണല്ലോ. നല്ല അസൽ അടിയാണല്ലോടാ. തൊട്ടുപോര് തന്നെ തൊട്ടെ ചവിട്ടുണ്ടല്ലോ. ദുഷ്ടൻ കണ്ടു ചോറുണ്ടോ നിങ്ങൾക്ക്? എന്നെ കണ്ടവരെ കൂടെ തല്ലിച്ചില്ലേ താൻ? അത് നീ തോന്നിയ ദിവസം കാണിച്ചിട്ടല്ലേ? രക്തബന്ധത്തിന്റെ വില എന്താണെന്നറിയോ നിങ്ങൾക്ക്? സ്വന്തം അമ്മയുടെ മോനല്ലേ ഞാൻ. ചങ്ക് പൊട്ടി കറിഞ്ഞിട്ടൊന്ന് ചത്തോന്നെങ്കിലും വന്ന് നോക്കിയോ? ചീട്ട് കളിക്കരുതെന്ന് നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചീട്ടെടുത്തിട്ടില്ലേ പണ്ട് വലിയ മോലാളി? ഇത് ഈ നിലയിലായതും ചീട്ട് കളിച്ചിട്ടാ. നീ എന്ത് തോന്നിയാസവും കാണിച്ചോ ചന്ദ്രേട്ടൻ്റെ കൂടെ. പക്ഷെ ചീട്ട് അത് തീയ, അത് വേണ്ട. പോട്ടെ, സാരില്ല. ഇന്ന് വയറ് നിറച്ച് ചിക്കനും 2 പെഗ് ബ്രാൻഡി. എനിക്ക് വേണ്ടെങ്കിലോ? എന്നാ വേഗം കുളിച്ച് റെഡിയാവും. നാഗ്പൂർക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. ഞാനില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ മതി. ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. എടാ നീ എന്റെ പൊന്നമ്മയുടെ മോനല്ലടാ. എന്ത്? അത് മനസ്സിലിരിക്കട്ടെ. ഇനി തങ്കെന്നോ പൊന്നെന്നോ എന്ത് വിളിച്ചാലും പ്രേമനില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. പ്രേമ, നീ റെഡിയായി വന്നോ? നന്നായി. എന്ത് നന്നായി? ഞാനില്ല. വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് കേറി പോടാ. എന്റെ പട്ടി പോവും, പട്ടി. പ്രേംകുമാറേ തല കളയും, പക്ഷെ അഭിമാനം വിട്ട് കളിക്കില്ല. ഞാൻ നീ നന്നാൻ വേണ്ടിട്ടല്ലേ. നന്നാവണത് ഇഷ്ടല്ലോ. പണ്ട് ഇയാളുടെ പെങ്ങൾക്ക് ഒരു കത്ത് കൊടുത്തതിന്റെ പേരില് എന്റെ അച്ഛനോട് പറഞ്ഞ എത്ര തല്ലു കൊടുത്തിരുന്നറിയോ? എന്റെ മുറപ്പെണ്ണ എന്നിട്ടൊരു കോന്തലുണ്ട് കടിച്ചു കൊടുത്തില്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നീ കേറിപ്പോടാ. ഇത്തിരി വേദന ഉണ്ടേ. ദാസപ്പേട്ടൻ അറിയാലോ, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാ ഞാൻ നോക്കണേ. തല്ലണമെങ്കിൽ സ്വന്തം കണ്ട് തല്ലാലോ, കണ്ട ചെറ്റകൾ കൊണ്ട് തല്ലിക്കണോ? കാളേടാ. നിങ്ങൾ പോയേ. പ്രേമൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ, ഇല്ല എന്ന് പറഞ്ഞ ഇല്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവില്ലേ? അറിയട്ടെ പ്രേമന്റെ വില. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ അടുത്തൊന്ന് മാപ്പ് പറയാൻ പറ, അപ്പ ആലോചിക്കാം. ചന്ദ്രട്ടോ, പ്രേമം പുറത്തേക്കുണ്ട്. അവനോട് മാപ്പ് പറഞ്ഞാ വരാന്ന്. അതിനവന്റെ അച്ഛൻ വരും. നമ്മൾ ഇതിനപ്പുറവും കഴിഞ്ഞല്ലേ ദാസ വന്നിരിക്കുന്നത്. ബില്ലവിടെ? വെറുതെ ഒന്ന് വിളിച്ചാവും വരും. എന്തിന്? എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. 14 വയസ്സിൽ ഈ പൊള്ളാച്ചിയിൽ വന്ന ഒറ്റയ്ക്ക. പിന്നെ ഇപ്പോഴെന്തിനാ ഇവന്റെയൊക്കെ കാല് പിടിക്കാൻ പോകുന്നത്? നാഗ്പൂർ വരെ പോണ്ടതല്ലേ? നാഗ്പൂർ ആഫ്രിക്കയിലൊന്നും അല്ലല്ലോ. അപ്പൊ ശരി, പോട്ടെ. എന്ത് ചവിട്ടം മച്ചാ, ഞാൻ താഴോണ്ട് ചത്തനെ. ഞാനിന്റെ മുകളിലുണ്ടായിരുന്നു. மச்சா ஏய் மச்சா, நான் உன்னை தனியா விட மாட்டேன். என் மேல கோவமா இருக்கியா? കോവപ്പെടാതെ കണ്ണാ. നിനക്ക് എത്ര എന്താ? എന്റെ അറിവിലൊന്നേ ഉള്ളൂ. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മായിയോട് പോയി ചോദിക്കേ. അല്ല പിന്നെ അതെ, ഒരു കോംപ്രമൈസിന് തയ്യാറായപ്പോ ഇത്ര വലിയ കവരം വേണ്ടാ. കൂടുതൽ കമാനിച്ച് ഞാനിപ്പോ ഇറങ്ങി പോവും. ഇറങ്ങി പോടാ. സൂക്ഷിച്ച് സംസാരിക്കണം ഏട്ടാ. ഞാൻ പ്രേംകുമാർ മഹാമോശ. കുളിച്ച് തെറി ഞാൻ പറയും. പറയും, അവസാനം ഫീൽ ചെയ്യരുത്. ധൈര്യോടെ പറടാ. നീ പോടാ മുടി. മുടിയോ? മുടി എന്ന് വെച്ചാ എന്താ? തമിഴില് മുടിക്കെന്താ പറയാ? അത് ശരി. അത് ശരിന്നോ? പറയടാ പുരുഷ ജനനേന്ദ്രിയമേ. എങ്ങനെയുണ്ട്?